everyone. Today we are going to study business entity concept. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്? എന്തുകൊണ്ടാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിന് അക്കൗണ്ടിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയധികം പ്രാധാന്യമുള്ളത്? ഓക്കെ, നമുക്ക് നോക്കാം. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, what is the meaning of this concept? എന്താണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്? നോക്കൂ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ബിക്കോസ് ദ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് ഫ്രം ദി ഓണേഴ്സ് ഓഫ് ദ ബിസിനസ്. ഇറ്റ് മീൻസ് ദാറ്റ് ബിസിനസ് enterprise is having a separate identity. എന്താണ് പറയുന്നത് നോക്കൂ, ബിസിനസ്സിന് അതിൻ്റെ ഓണേഴ്സിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. എനിക്കൊരു വ്യക്തിത്വമുണ്ട്, എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഇതുപോലെ തന്നെ ബിസിനസ്സിനും എന്തുണ്ട്? അതിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഓർ വിച്ച് ഈസ് സെപ്പറേറ്റ് ഫ്രം ദി ബിസിനസ്മാൻ. ബിസിനസ്സിനെ ഓണേഴ്സിൽ നിന്നും അല്ലെങ്കിൽ ബിസിനസ് മാനിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് കണക്കാക്കണം. അതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്ന പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ഈസ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ടെൽസ്? ഇറ്റ് ടെൽസ് ദാറ്റ് ബിസിനസ് എൻ്റർപ്രൈസ് ഈസ് ഹാവിങ് എ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി. ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തമായി വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെ കണക്കാക്കണം? They should be treated separately. അല്ലേ? So, business is to be treated separate from the owners of the business. Business is different from businessman. Okay. So, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്? നോക്കൂ, for the purpose of accounting, business and its owners are considered as distinct persons. Means different persons. Okay. Business and its owners are considered as different persons, means separate persons. We should always record the transactions of a business and its owners separately. So, എവിടെയാണ് ഇതിൻ്റെ റെലവൻസ് വരുന്നത്? ബിസിനസ്സിനെ ബിസിനസ്മാനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ രണ്ടുപേരുടെ ട്രാൻസാക്ഷൻസ്, രണ്ടുപേരെന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് ആൻഡ് ബിസിനസ്മാൻ്റെ ട്രാൻസാക്ഷൻസ്, that is to be recorded separately. This should never ever be mingled together. ഇത് രണ്ടിനെ നമ്മൾ ഒരുമിച്ച് ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നോക്കൂ, നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. മിസ്റ്റർ എക്സ് ഈസ് എ ബിസിനസ്മാൻ. ഓക്കെ, മിസ്റ്റർ എക്സ് ഈസ് എ ബിസിനസ്മാൻ. അദ്ദേഹത്തിന് ഒരു ബിസിനസ് എൻറ്റിറ്റി ഉണ്ട്. ഓക്കെ, ദർ ഈസ് എ ബിസിനസ് എൻറ്റിറ്റി. സോ മിസ്റ്റർ എക്സ് എന്ത് ചെയ്യുന്നു? He invests money in the business. Okay, this money is known as capital. അല്ലേ? Mr. X invest capital in the business. So business naturally എന്ത് ചെയ്യും? By using the money, the business does the transactions. അല്ലേ? Business various transactions perform ചെയ്യും. Transactions എന്ന് പറയുമ്പോൾ it may be purchase of goods. അല്ലേ? Goods purchase ചെയ്യാം. It may be sale of goods, or business may pay the expenses. Transactions are of many kinds. So purchase ആവാം, സെയിൽ ആവാം, എക്സ്പെൻസസിൻ്റെ പേയ്മെൻ്റ് ആയിരിക്കാം. So using this money, business performs a wide variety of transactions. So ഈ ട്രാൻസാക്ഷൻസിൻ്റെ റിസൾട്ട് എന്താണ്? Either business earns a profit or it incurs a loss. ബിസിനസ്സിൻ്റെ പെർഫോമൻസിൻ്റെ റിസൾട്ട് എന്തായിരിക്കാം? ഈതർ ഒന്നുമില്ലെങ്കിൽ ബിസിനസ് ലാഭം നേടാം, അതല്ലെങ്കിൽ ബിസിനസ് നഷ്ടം ഇൻകർ ചെയ്യാം. സപ്പോസ് നമ്മളുടെ എക്സാമ്പിളിൽ പ്രോഫിറ്റ് ആണ് എന്ന് വിചാരിക്കൂ. സപ്പോസ് ദ ബിസിനസ് ഏൺസ് പ്രോഫിറ്റ്. ഓക്കെ, ഇത് ആർക്ക് അവകാശപ്പെട്ടതാണ് ഈ പ്രോഫിറ്റ്? ദിസ് ബിലോങ്സ് ടു മിസ്റ്റർ എക്സ്, ദ ബിസിനസ്മാൻ. അപ്പോൾ ഇത് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അല്ലേ? ദ ബിസിനസ് ഹാസ് ഡൺ. നമ്മുടെ മനസ്സിൽ സംശയം വരും, ഈസ് ഇറ്റ് ദ പ്രോഫിറ്റ് ഓഫ് ബിസിനസ്? നോക്കൂ, ബിസിനസ് ആണ് ട്രാൻസാക്ഷൻസ് ചെയ്തത്, അപ്പോൾ ഇത് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അല്ലേ?
See, business has done the transactions using the capital money of Mr. X. സോ അതുകൊണ്ട് നാച്ചുറലി ഈ പ്രോഫിറ്റ് ആർക്ക് ബിലോങ് ചെയ്തിട്ടുള്ളതാണ്? ഇറ്റ് ബിലോങ്സ് ടു മിസ്റ്റർ എക്സ്. ദിസ് ഈസ് ദ പ്രോഫിറ്റ് ഓഫ് മിസ്റ്റർ എക്സ്. ഓക്കെ, സോ അക്കൗണ്ടിങ് പർപ്പസസിന് വേണ്ടി, ഫോർ ദ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്, ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ് നോക്കൂ. In this case, okay, in our example, business owes capital and profit to Mr. X. ബിസിനസ് എന്താണ്? ബിസിനസിന്റെ ലയബിലിറ്റി ആണ് ക്യാപിറ്റലും അതുപോലെ പ്രോഫിറ്റും. ടുവേർഡ്സ് ഹൂം? ലയബിലിറ്റി ടുവേർഡ്സ് ഹൂം? ലയബിലിറ്റി ടു മിസ്റ്റർ എക്സ്. കാരണം ഈ രണ്ട് കാര്യങ്ങളും ബിസിനസ് തിരിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ബിസിനസ് ഇൻഡക്റ്റഡ് ആണ്, ബാധ്യതപ്പെട്ടിരിക്കുന്നു, ഓ ചെയ്യുന്നു. ആർക്ക്? ടു മിസ്റ്റർ എക്സ്. സോ ക്യാപിറ്റൽ എങ്ങനെയാണ്? ക്യാപിറ്റൽ ഹാസ് ടു ബി പെയ്ഡ് ബാക്ക് അറ്റ് ദ ടൈം ഓഫ് ക്ലോഷർ ഓഫ് ബിസിനസ്. ബിസിനസ് എപ്പോഴാണോ വൈൻഡിങ് അപ്പ് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്, ആ സമയത്ത് ദിസ് ബിസിനസ് എൻറ്റിറ്റി ഹാസ് ടു റീപേ ബാക്ക് ദി ക്യാപിറ്റൽ ടു മിസ്റ്റർ എക്സ്. വാട്ട് അബൌട്ട് ദി പ്രോഫിറ്റ്? Profit belongs to Mr. X because this was earned by using his capital. So naturally it belongs to Mr. X. So ഈ ഒരു ഡിസ്റ്റിങ്ഷൻ വന്നത് എന്തുകൊണ്ടാണ്? This distinction is there. Business has to pay the capital and profit to Mr. X. This difference, this distinction is there because of the separate entity concept. ബിസിനസ് സെപ്പറേറ്റ് ആണ്, ബിസിനസ് മാൻ സെപ്പറേറ്റ് ആണ്. നമ്മളുടെ കേസിൽ ബിസിനസ് ഈസ് സെപ്പറേറ്റ്, മിസ്റ്റർ എക്സ് ഈസ് സെപ്പറേറ്റ്. ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ് ബിസിനസ്സിന് ക്യാപിറ്റലും അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റും മിസ്റ്റർ എക്സിന് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, അനദർ എക്സാമ്പിൾ നോക്കൂ. ഈ കേസിൽ തന്നെ സപ്പോസ്, ഓക്കെ, മിസ്റ്റർ എക്സ് പേസ് ഹിസ് ഡോട്ടേഴ്സ് സ്കൂൾ ഫീ ഫ്രം ബിസിനസ് ക്യാഷ്. മിസ്റ്റർ എക്സ് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മകളുടെ സ്കൂൾ ഫീ ബിസിനസ്സിൻ്റെ ക്യാഷിൽ നിന്നും പേ ചെയ്തു. ഹി ഹാസ് പെയ്ഡ് ദ സ്കൂൾ ഫീ ഓഫ് ഹിസ് ഡോട്ടർ യൂസിങ് ദ ബിസിനസ് ക്യാഷ്. ദിസ് ഈസ് നോട്ട് ടു ബി ട്രീറ്റഡ് ആസ് എക്സ്പെൻസ് ഓഫ് ബിസിനസ്. ദിസ് ഈസ് നോട്ട് എൻ എക്സ്പെൻസ് ഓഫ് ബിസിനസ്. ദിസ് ഈസ് ടു ബി റെക്കോർഡഡ് ആസ് പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് മിസ്റ്റർ എക്സ്. ദാറ്റ് ഈസ് ഡ്രോയിങ്സ്. സപ്പോസ് ബിസിനസ്സിൻ്റെ ക്യാഷ് എടുത്തുകൊണ്ട് മിസ്റ്റർ എക്സ് സ്വന്തം മക്കളുടെ സ്കൂൾ ഫീ പേ ചെയ്യുന്നു. നമ്മളിത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസായി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കുറയും, അല്ലേ? ബിക്കോസ് വി ആർ ടേക്കിംഗ് ദ ക്യാഷ് ഓഫ് ദ ബിസിനസ്. ഇഫ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ബിസിനസ് എക്സ്പെൻസ്, പ്രോഫിറ്റ് വിൽ ഡിക്രീസ്. പക്ഷെ യഥാർത്ഥത്തിലുള്ള കാര്യം ഇങ്ങനെയാണോ? ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഡിക്രീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. മിസ്റ്റർ എക്സ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുത്തുള്ള പണമാണിത്, വിച്ച് ഈസ് നോൺ ആസ് ഡ്രോയിങ്സ്, അല്ലെ? ഡ്രോയിങ്സ് ആർ ദ പേഴ്സണൽ എക്സ്പെൻസസ് ഓഫ് ദ ബിസിനസ് മാൻ. സോ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ബിസിനസ് മാൻ്റെ പേഴ്സണൽ എക്സ്പെൻസസ് that should not be added or that should not be mingled with the expenses of the business. This is to be treated separately. Personal expense of the businessman is to be recorded separately as drawings. അതിനെ നമ്മൾ ഡ്രോയിങ്സ് ആയി കണക്കാക്കി റെക്കോർഡ് ചെയ്യണം. ദിസ് ഷുഡ് നെവർ എവർ ബി ട്രീറ്റഡ് ആസ് ബിസിനസ് എക്സ്പെൻസ്. സോ ബിസിനസ് മാൻ്റെ പേഴ്സണൽ എക്സ്പെൻസസിനെ നമ്മൾ ബിസിനസ്സിൻ്റെ എക്സ്പെൻസായി കണക്കാക്കി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? നമ്മളുടെ കേസിൽ പ്രോഫിറ്റ് വിൽ ഡിക്രീസ്. ഒരു ഇൻകറക്റ്റ് പിക്ചർ ആയിരിക്കും ബിസിനസ്സിനെ കുറിച്ച് അത് നമുക്ക് തരിക. ഓക്കെ, സോ പേഴ്സണൽ എക്സ്പെൻസ് എന്തായിട്ട് കണക്കാക്കണം? ബിസിനസ് മാൻ്റെ അദ്ദേഹത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ സെപ്പറേറ്റ്ലി അത് റെക്കോർഡ് ചെയ്യണം. സോ നമ്മൾ ഈ കോൺസെപ്റ്റ് പറയുമ്പോൾ നമ്മളുടെ എക്സാമ്പിളിൽ ഓക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് വൺ ക്യാപിറ്റൽ, ഓക്കെ, അനദർ വൺ പ്രോഫിറ്റ്, then another one drawings. So ഇത് മൂന്നും ഓക്കെ, ഇത് ഈ മെയിൻ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ എക്സാമ്പിളിൽ പറഞ്ഞത്. ദിസ് ഈസ് ട്രീറ്റഡ് സെപ്പറേറ്റ്ലി. ബിസിനസ് ഹാസ് ടു ഗിവ് ക്യാപിറ്റൽ ബാക്ക് ടു ദി ഓണർ. ബിസിനസ് ഓവ്സ് ദ പ്രോഫിറ്റ് ടു ദി ബിസിനസ് മാൻ ആൻഡ് ബിസിനസ് ഹാസ് ടു റെക്കോർഡ് ഡ്രോയിങ്സ്, മീൻസ് ദ പേഴ്സണൽ എക്സ്പെൻസ്, വ്യക്തിപരമായിട്ടുള്ള ചെലവുകൾ. ഓക്കെ, ബിസിനസ് മാൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചെലവുകൾ, ഡ്രോയിങ്സ്. All these are to be separated because of this concept, separate entity concept or business entity concept. ഇനി എന്തുകൊണ്ടാണ് ഈ കോൺസെപ്റ്റ്? വൈ ദിസ് കോൺസെപ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്? ഈ കോൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ
ഉണ്ടാകാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ പ്രോഫിറ്റ് വിൽ ഡിക്രീസ് ഇഫ് ഡ്രോയിങ്സ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് ബിസിനസ്. സോ ഒരു ഇൻകറക്റ്റ് പിക്ചർ ഓഫ് ബിസിനസ് പെർഫോമൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസിൻ്റെ ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള പിക്ചർ ആയിരിക്കും നമുക്ക് കിട്ടുക. എങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ. നോക്കൂ, why this concept is important. It helps to separate the assets, liabilities, incomes and expense of the business from the assets, liabilities, incomes and expense of the individual owners. Right. Then separate measurement of performance of a business in terms of profitability is possible. സോ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും അതുപോലെ ബിസിനസ്സിൻ്റെ പെർഫോമൻസും കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് അസസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ദിസ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഈസ് ടു ബി ഫോളോഡ്. ഓക്കെ, കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.